കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കണം. ഇനി നമുക്ക് 3 മുട്ട എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട നല്ലപോലെ ബീറ്റായിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരയും നല്ലപോലെ ബീറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. അതുകൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ പാലും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് കുറേശ്ശെയായിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു സ്പാച്ചില ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ആവണം. ഓവർ മിക്സ് പാടില്ല. പക്ഷേ എങ്കിൽ സ്ലോയിൽ തന്നെ എല്ലാം ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒരു സോസ് പാനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ഹോൾസ് പോലെ ഉണ്ടാകും. നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കണം. നമ്മൾ ഒരു പാത്രം, ഏതെങ്കിലും പഴയ പാത്രം ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ സോസ് പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ച് വെക്കണം. ഒരു ആവിയൊന്നും കിടക്കാത്ത രീതിയിൽ നല്ലപോലെ അടച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് ഒരു 35 മിനിറ്റ് വരെ നമുക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കേക്ക് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഈ പാത്രത്തിൽ നിന്ന് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട്, തണുത്ത പാല് അതൊഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നല്ലപോലെ ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മുറിച്ചെടുക്കണം. നേരത്തെ ബേക്കായ കേക്ക് ഞാൻ തണിഞ്ഞപ്പോൾ അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. 2ആയിട്ട് മുറിച്ചെടുക്കാം. ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുത്തതാണ്. ഇത് ഞാൻ ഒരു 1/4 കപ്പ്
തിളച്ച പാലിൽ 2 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ കേക്കിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെയായിട്ട്. ഇത് ഇതുപോലെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഇതിൽ നല്ലപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലെടുത്തിട്ട് അതിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇതിൽ നിറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് വെച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ചിപ്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സിറപ്പെല്ലാം ഞാൻ നല്ലപോലെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ക്രീം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് സൈഡിലും കൂടെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് നല്ലപോലെ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടിട്ട് ഇതിപ്പം ക്രം കോട്ടാണ്. അത് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കണം. 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് ഇത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ക്രീം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഏകദേശം ലെവലാക്കിയിട്ടുണ്ട്, അധികം ചെയ്തിട്ടില്ല. കാരണം മുകളിൽ വൈറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം ലെവൽ ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഗനാഷാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ഇതും അതുപോലെ തന്നെ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഗനാഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് എല്ലായിടത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ട് നമുക്കൊന്നിങ്ങനെ അരച്ചു കൊടുക്കാം. കേക്കിൻ്റെ സൈഡിലെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു മിനിറ്റ് ഓവനിലൊന്ന് വെച്ച് ചൂടാക്കിയതാണ്, കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട്. ഇനി ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് തിരിച്ചും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത്
കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾക്ക് കേക്കിൻ്റെ ചുറ്റിലും ഇത് ഒന്ന് വെച്ച് കൊടുക്കണം. ഇത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേഗം പ്ലാസ്റ്റിക് കവർ ചെയ്തൊന്ന് നീക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഞാനിതിൻ്റെ മേൽഭാഗം കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടിട്ട് ഇത് കുറച്ച് ഉയരം ഉണ്ടായിപ്പോയി, അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊടുത്ത്. അപ്പോൾ കുറച്ച് പൊട്ടി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ സൈഡിലൊന്ന് ഡെക്കറേറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.